ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടി ശ്രമിക്കണേ. അപ്പോൾ രാവിലെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, നാളെ ഉപ്പുമാവാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ പച്ചരി വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഉപ്പുമാവാണ്. അപ്പോൾ ഉപ്പുമാവിക്ക് കൂട്ടിക്കഴിക്കാൻ തലേദിവസം ചിക്കൻ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാല കുഴിച്ച ചിക്കൻ കറി ആയിരുന്നില്ലേ, അതിൽ കുറച്ചും കൂടി പൊടികളും മസാലയൊക്കെ ഇട്ടിട്ടൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമാവ് ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ സൈഡായിട്ട്. മക്കൾക്കും വേണം, ഏട്ടനാണെങ്കിലും വേണം, ഇല്ലെങ്കിൽ കുറച്ചേ കഴിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഒരു പപ്പടായാലും മതി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാതിരുന്നത് ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉപ്പുമാവിൻ്റെ റെസിപ്പി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്ദു വിളിച്ചിരുന്നു. നന്ദു ഉണർന്നിട്ട് കിടക്കയെ തന്നെ കുത്തിരുന്നാണ്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചെന്ന് നോക്കി. അപ്പോൾ കുറച്ച് നേരം കൂടി വീണ്ടും അവൻ അവിടെ തന്നെ കടന്നു. അപ്പോൾ വിളിക്കുമ്പോൾ ചില ദിവസം വിളിക്കുമ്പോൾ നമ്മളവിടെ ചെല്ലണം, ഇല്ലെങ്കിലും ഓൻ ഒറ്റയ്ക്ക് നീച്ച് വരും കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കൂല എന്ന് ഞാൻ പറയില്ലേ, അല്ലെങ്കിൽ പിന്നെ അവധി ദിവസങ്ങളൊക്കെ ആവണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഒരുമിച്ചിരുന്നൊക്കെ കുടിക്കും. പക്ഷെ രാവിലത്തെ കാര്യം ഇങ്ങനെയൊക്കെയാണ്, ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഉള്ളൂ ഒപ്പം ഇരുന്നിട്ട് തിന്നുക. അപ്പോൾ ഏട്ടനെ ആദ്യം ചായ കൊടുക്കും. ആദ്യം ഇവിടെ ചായ കുടിക്കുന്ന ആൾ ഏട്ടനാണ് കേട്ടോ. കട്ടൻ ചായ കുടിക്കുന്ന ആൾ അച്ഛയാണ്. കടിയും കൂട്ടിയിട്ട് ഏട്ടനാണ് ആദ്യം കുടിക്കുക. പിന്നെ അതിൻ്റെ പിന്നാലെ അങ്ങനെ കുടിക്കും. മക്കളായാലും തന്നെ എല്ലാവരും ഒപ്പം ഇരുന്നിട്ടൊന്നും കുടിക്കാനുള്ള ഒരു സമയമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്താ വെച്ചാൽ കണ്ണന് ഏട്ടൻ കുടിച്ചതിൻ്റെ പിന്നാലെ തന്നെ കണ്ണനും കുടിക്കും. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അനുമോളും കുടിക്കും, ഇല്ലെങ്കിൽ കുളിക്കുന്നതിൻ്റെ മുന്നോള് കുടിക്കും. പിന്നെ നന്ദുവിന് കൊടുക്കാൻ ഞാനിങ്ങനെ ഇരിക്കണം. അപ്പം എൻ്റെ ഒരുവിധ പണികളൊക്കെ ഒരുക്കിയിട്ടാണ് കൊടുക്കാതിരിക്കുള്ളൂ. അപ്പോൾ ഏട്ടൻ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ആയ പാത്രങ്ങൾ കഴുകി വെച്ചൊരു സുഖമാണ്. പക്ഷേ എങ്കിൽ ചില ദിവസങ്ങളിൽ കുന്നുകൂട്ടി അങ്ങനെ ആക്കൂട്ടോ. എന്നിട്ട് പിന്നെ എല്ലാതും ഒരുമിച്ചുകൊണ്ട് കഴുകാൻ നിൽക്കും. അപ്പോൾ ഇപ്പോൾ ആയതൊക്കെ ഇങ്ങനെ കഴുകി വെക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആവില്ല കേട്ടോ. സിങ്കൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാവും എല്ലാവരും ചായ കുടി കൊണ്ട് കഴിയുമ്പോഴത്തേന്. അപ്പം ഞാനിന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ലഞ്ച് ബോക്സ് റെസിപ്പി. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാകണേ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ചെരുവത്തിൽ. അപ്പോൾ അതൊന്ന് തിളച്ചിട്ട് വേണം അരി ഒന്ന് വേവിക്കാൻ. അപ്പോൾ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഇവിടെ കുറേ ദിവസമായി ഇരിക്കണം കേട്ടോ. അപ്പോൾ ഒരു 1.5 നാഴി, ഒരു 2 നാഴീൻ്റെ അടുത്തൊക്കെ ഉള്ളൂ കേട്ടോ. അരി ഒരുപാടൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ എപ്പോഴും മക്കൾക്ക് എന്താ പറയുക, ഒരു വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കലുണ്ട്. പക്ഷെ ഒന്നുണ്ടാവുമ്പോൾ ഒന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ഒക്കെ ഒന്ന് ഒത്തു വന്ന ദിവസമാണ് കേട്ടോ. എന്താ വെച്ചാൽ തലേ ദിവസം ചിക്കൻ കൊണ്ടുവന്നപ്പോൾ ആ വീഡിയോയിൽ കണ്ടില്ലേ, കണ്ണം കുറച്ച് എടുത്ത് വെച്ചിരുന്നു. എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കി എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ എടുത്ത് വെച്ച സത്യത്തിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് അത് എടുത്താണ്ട് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബസ്മതി അരി വെച്ചിട്ടൊന്നല്ല കേട്ടോ ഉണ്ടാക്കണത്. നമ്മളെ സാധാരണ നെയ്ച്ചോറിൻ്റെ അരി, ബിരിയാണീൻ്റെ ഒക്കെ അരിയില്ലേ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ തോന്നുക. അപ്പോൾ അവർക്ക് ഇത് എപ്പോൾ ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഏതായാലും ആ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഏട്ടന് ചോറ് കൊണ്ടുപോകാത്തതുകൊണ്ട് അടുത്ത് തന്നെയാണ് പണി. ചോറ് കൊണ്ടുപോകാത്തതുകൊണ്ട് പണികളൊക്കെ സാവകാശം അങ്ങനെ ചെയ്യുള്ളൂ. വേഗം ചെയ്യണമെന്ന് ഇപ്പം ഞാൻ വിചാരിക്കലില്ല കേട്ടോ. എന്താ വെച്ചാൽ നേരം വൈകിയാൽ നീക്കലുള്ളതും. നേരത്തെ നീക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. എന്താ വെച്ചാൽ പണിയുള്ളപ്പോൾ ഏതായാലും നമുക്ക് നേരത്തെ നീക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് നേരം വഴുകി നീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും ആ അരി ഒന്ന് കഴുകി വെച്ചിരുന്നു. പിന്നെ വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ സാധാ നെയ്ച്ചോറുക്ക് ഇടുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, സജീരകം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു, അരി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ ഒരു നാരങ്ങേൻ്റെ ജ്യൂസോ ഇല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഏതായാലും അതൊന്നും ഒഴിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ഓയിലും ഇല്ല, നാരങ്ങയില്ല കേട്ടോ. ആ 2 സാധനമല്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചിക്കനിലേക്ക് ഇതാക്കണം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കും. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ സോയാ സോസ്, ചില്ലി സോസ് അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ എങ്കിൽ അതൊന്നും നമ്മൾ കയ്യിലില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് എന്ന് തന്നെ പറയാം കേട്ടോ. പക്ഷേ എങ്കിൽ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓൽക്ക് ആ ബിരിയാണീൻ്റെ ആ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ ഏതാണെങ്കിലും ഒരു തിന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, വേഗം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേഗം ഗ്യാസമ്മലാണ്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ണൻ ചായയും ചോദിച്ച് വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ചായ ഇരുന്നിട്ട് ഉണ്ടാക്കാറിഞ്ഞു. അപ്പോൾ പിന്നെ ഓനുള്ള ചായയും കടിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഓൻ തന്നെ എടുത്തു തന്നെ കേട്ടോ. അപ്പോൾ ഉപ്പുമാവിക്ക് നിറച്ച് ഉണ്ടാവുകൊണ്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടെന്ന്. ഇല്ലെങ്കിൽ ഒരു പപ്പടോ എന്താ മസാലക്കറിയോ എന്തെങ്കിലുമൊക്കെ വേണം. വെറുതെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ തിന്നൂല കേട്ടോ. ഇനിയിപ്പോൾ നന്ദുവിന് ഇതൊക്കെ ആണെങ്കിൽ പോലും ചൊറിച്ചലും പറിച്ചിലും എന്തായാലും ഉണ്ടാവും കേട്ടോ, ദോശ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി ദോശ ഉണ്ടാക്കിയിട്ട്. അപ്പം എൻ്റെ കയ്യിൽ ഉഴുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി മാവേലിയിലൊക്കെ പോയി കിട്ടിയിട്ട് വേണം കേട്ടോ. മാവേലിയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും.
അപ്പോൾ ഇതാ സമയം 8:15 ആയിട്ടുണ്ട്. അപ്പോൾ നന്ദുവിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഓൻ്റെതൊക്കെ കഴിഞ്ഞോ നീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ എടുത്തൊക്കത്ത് വെച്ചിട്ട് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഒരിടങ്ങേറാണ്. എന്താ വെച്ചാൽ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ ഒക്കത്ത് വെച്ച് എന്ത് പണികൾ എടുക്കൂലേ. നന്ദൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ഓനൊക്കത്ത് വെച്ചിട്ട് മീൻ വരെ നന്നാക്കിയിരുന്നു കേട്ടോ. അങ്ങനെയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഇപ്പോൾ കുറച്ച് വലിയ കുട്ടിയായില്ലേ, അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് കേട്ടോ. ഒക്കത്ത് വെച്ച് പണിയെടുത്ത് നടക്കാൻ ഭയങ്കര ഇടങ്ങേറുണ്ട്. എന്നാലും ചില സമയത്തോ അങ്ങനെ പറയുമ്പോൾ ചെയ്യാതിരിക്കാനും തോന്നൂല. അപ്പോൾ ഏതായാലും കുറച്ച് സമയം ഞാൻ ഓനൊക്കത്ത് വെച്ചാണ്ടൊക്കെ അങ്ങനെ പണിയെടുത്തു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു കുഴങ്ങണ പോലെയൊക്കെയാണ് തോന്നുക. സ്കൂളിലൊക്കെ ചേർത്തിരുന്ന ആ ഒരു സമയത്ത് എടുത്ത് തന്നെ കൊണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഗതിയുടെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഈ ഒരു പ്രായത്തിലൊക്കെ തന്നെയല്ലല്ലേ ഓരെടുക്കത് കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഓരെ നമ്മളെടുക്കും, കുറച്ച് കഴിഞ്ഞാൽ പോലും നമ്മളെടുക്കേണ്ടി വരൂലേ, അങ്ങനെയൊക്കെ വിചാരിക്കും ഞാൻ. അപ്പോൾ ഏതായാലും ചോറൊക്കെ വേവാനായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. അത് കട്ട കെട്ടണുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് ഊറ്റിയെടുക്കും പോലെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ തോനെ വെള്ളം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളത്തിന് കണക്കൊന്നുമില്ല, അത് ഒട്ടി പിടിക്കാതെ ഇരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ അവിടെ നന്നാക്കി കഴുകി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടോ. അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് പച്ച ബീൻസ്, അപ്പോൾ നല്ല പച്ച കളറുള്ളൊരു ബീൻസാണ് കേട്ടോ. ഒരു വെള്ള കളറുള്ളൊരു ബീൻസും ഉണ്ട്, വെള്ളയും പച്ചയും കൂടി ആയത്. അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അതിലൊന്നും ഇട്ടാൽ. അപ്പോൾ ഇത് നല്ല പച്ച കളറുള്ളൊരു ബീൻസാണ്. അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ക്യാരറ്റും ഉള്ളിയും കൂടി അരിയാൻ നിന്നപ്പോഴാണ് ഇതിങ്ങിപ്പോൾ അരിഞ്ഞ് സമയം കളയണ്ടല്ലോ, ചോപ്പറിലാണ്ട് ഇട്ടാൽ പോരെ വിചാരിക്കും. ചോപ്പർ എടുക്കാൻ എപ്പോഴും മറക്കൂട്ടോ, ചില ദിവസങ്ങളിലൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. കാര്യമായിട്ട് ഞാൻ ഈ ഒരു ചോപ്പറിന് ഓർക്കലുള്ളത് ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എന്തായാലും ഓർമ്മിക്കിട്ടോ. അത് അരിഞ്ഞെടുക്കാൻ കുറച്ച് പ്രയാസമല്ലേ, അപ്പോൾ ഇതിലിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ വേഗമാണ്. അപ്പോൾ ഏതായാലും ഞാൻ ക്യാരറ്റും സവോളയും ഒക്കെ കൂടി ഒപ്പണ്ട് മുറിച്ചിട്ടുങ്ങാണ്ട് അതിലിട്ടാണ്ട് വലിച്ചിട്ടു. അതുകൊണ്ട് എത്ര പെട്ടെന്ന് അരിയൽ കഴിഞ്ഞതറിയും. അപ്പോൾ അമ്മേൻ്റെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് കോഴിക്കൊക്കെ തിന്നാനൊക്കെ കൊടുത്തിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റടിക്കൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു പണി തന്നെയാണ്. അപ്പോൾ ഇന്നൊക്കെ അമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. അനുമോക്ക് പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ ആ ചോറൊക്കെ തുറന്നു നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായൊരു തീരുമാനമാണ് കേട്ടോ. ഞാനിത് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അരി ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് റേഷൻ പിടിയത്തെ അരിയിലും ചെയ്യുക, അതേപോലെ പച്ചരിയിൽ ചെയ്യുക, എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. മക്കളെ പറ്റിക്കുക എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഉഡായിപ്പ് പരിപാടികളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഏതായാലും ചോറൊക്കെ വെന്തിട്ടുണ്ട്. ചോറ് ഒരുപാട് വെന്തും കെട്ട് ഒട്ടിപ്പിടിക്കുന്ന ആ ഭാഗത്തിലൊന്നും അല്ല കേട്ടോ. പാകത്തെ വേവിന് വേണം ഊറ്റിയെടുക്കാൻ. നമ്മൾ ബിരിയാണിക്കൊക്കെ ഊറ്റിയെടുക്കൂലേ, അപ്പോൾ ഊറ്റിപ്പിടിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഊറ്റിയെടുക്കണം. നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ ആകെ കുഴയും കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നുമ്പോൾ തൊടാതെ അങ്ങനെ കിടക്കും. അങ്ങനെ ആയിരിക്കണം ശരിക്കും ഇത്. അപ്പോൾ ഇതാ ചോറൊക്കെ ഊറ്റൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കഞ്ഞിവെള്ളം വേഗം ഞാൻ കാടിയിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാക്കണം അടുപ്പത്ത് ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ചെറുതായി അരിഞ്ഞു വെച്ചു. പിന്നെ ബീൻസ്, ഉള്ളി, ക്യാരറ്റ് അതും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ വറുത്തിരുന്ന ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഈ ഉരുളിക്കാണ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ വറക്കണ ആ പാത്രം കുറച്ച് വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ അത് വലിപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഉരുളി അടുപ്പത്ത് വെച്ചതാണ്. പിന്നെ പരന്ന പാത്രത്തിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും സുഖം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് ഒരു ഇത്തിരി ഡാൽഡയും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നെയ്യിൻ്റെ കുപ്പിയിൽ ഒരു ഇത്തിരി നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച്. അത് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, അത്രയും കുറച്ച് അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ യൂസ് ചെയ്യാം, അതേപോലെ നെയ്യ് യൂസ് ചെയ്യാം, ഏതാണെങ്കിലും എടുക്കട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഡാൽഡയും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊന്നിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു നല്ലോണം മൂത്ത് പോകുമൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം മാറി വന്നാൽ അപ്പം തന്നെ നമ്മൾ ഈ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ണങ്ങനെ പറയുന്നു, അമ്മ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉള്ളി കുഴിച്ചിട്ടിട്ട് ആ ഉള്ളി തൂമ്പൊക്കെ എടുക്കിയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു ദിവസം ഞാൻ കുറേ മുന്നോട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോൾ ഉള്ളി ഇവിടെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ ആ ഉള്ളി തൂമ്പാണ് എടുത്തത് കേട്ടോ. അല്ലാതെ നമുക്ക് കടയിൽ നിന്ന് തോന്നുന്ന സമയത്തൊന്നും ഇവിടെ കിട്ടൂല കേട്ടോ അങ്ങനെ ഒരു സാധനം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിൻ്റെ ആ ഒരു കളറുകളൊന്നും പറ്റങ്ങോട്ട് മാറിപ്പോവരുത് കേട്ടോ. അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടി, അതുപോലെ ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഈ 3 പൊടികളാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഗരം മസാലപ്പൊടി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ ചിക്കൻ മസാലയും വേണം. കുരുമുളകാണ് ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത്, മുന്നിട്ട് നിൽക്കേണ്ടത് കുരുമുളകാണ് എപ്പോഴും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാക്കണം നമ്മൾ ഊറ്റി വെച്ചിരുന്ന ആ ചോറുണ്ടല്ലോ അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ചോറ് ഇങ്ങനെ ആ ഒരു ചെറിയ ഓട്ടപാത്രത്തിലായിട്ടാണ് നല്ലോണം അങ്ങോട്ട് കട്ട കെട്ടിയ പോലെ ആയിട്ടുണ്ടോ, പക്ഷേ എങ്കിലും ഒന്ന് ചൂടായപ്പോൾ ഒക്കെ വെവ്വേറിട്ടിട്ട് ഇങ്ങനെ കിട്ടി. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി വതറി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചപ്പോഴും അതേപോലെ ആ ഒരു ബീൻസും ക്യാരറ്റും ഒക്കെ വാട്ടിയില്ലേ, ആ ഒരു സമയത്ത് ഇത്തിരി ഉപ്പ് ചേർത്തിരുന്നു. പിന്നെ ചോറിലും ആദ്യം തന്നെ ചേർത്തതാണല്ലോ, അപ്പോൾ എല്ലാം കൂടി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ശരിക്കും സോയാ സോസൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പൊടികൾ ഇട്ട് കൊടുത്ത ആ ഒരു സമയത്ത് ഇത്തിരി സോയാ സോസും ചില്ലി സോസ് ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആവും കേട്ടോ. അതാണ് ശരിക്കും ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലേ. പക്ഷേ ഇത് വേറൊരു ടേസ്റ്റ്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ണനുള്ളത് പാത്രത്തിലാക്കാണ് കേട്ടോ. അപ്പോൾ ഓനൊന്ന് കൊണ്ടുപോകുമ്പോൾ ഇതിനൊരു പാത്രം നിറച്ച് എങ്ങനെയൊക്കെ നിറയ്ക്കാൻ പറ്റും അങ്ങനെയൊക്കെ നിറച്ച് കൊടുക്കും കേട്ടോ. ഇന്ന കുറച്ച് വലിയ പാത്രത്തിൽ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞാൽ കേൾക്കൂല. എന്താ വെച്ചാൽ തുണക്കാർക്കൊക്കെ കൊടുക്കണ്ടേ, ഓരങ്ങനെയാണ്, ഒക്കെ കൈയിട്ട് വാരി തിന്നണ മക്കളാണ് കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഓനെ അതിൽ പരമാവധി കുത്തി നിറച്ചാക്കി കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ കൂടെ ഒരു സലാഡും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. വേറൊന്നും വേണ്ടാറില്ലേ. പക്ഷേ എങ്കിൽ തൈരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഇങ്ങനെ തന്നെയാണ്. അപ്പം അച്ചാറുണ്ടായിരുന്നു, അതും കൂടി ഓനാക്കി കൊടുത്തു. അപ്പം നന്ദൂനും ഇതാക്കണമെന്ന് രാവിലെ ഉപ്പുമാവിന് പകരം ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കൊടുക്കണത്. അപ്പോൾ ഓനും തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അടിച്ചിട്ടേ ഭയങ്കര മണമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനിയ ഇവിടെ വന്നിരുന്നു കേട്ടോ, എൻ്റെ ചെറിയ അനിയ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഓനെ ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത്, ഓന് വീഡിയോയിൽ വരുന്നത് വലിയൊരു താല്പര്യമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതിരുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പറയുന്നു ഭയങ്കര മണമുണ്ടല്ലോ ചേച്ചി, എന്താ രാവിലെ തന്നെ ബിരിയാണി ഒക്കെയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ കുറച്ച് സമയമൊക്കെ നിന്ന് പോയിട്ടോ. അപ്പോൾ ഇതുപോലെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മുട്ടയും കൂടിയും ചില്ലി അടിച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഫ്രൈഡ് റൈസ് പറയുമ്പോൾ മുട്ട ചില്ലി അടിച്ചതൊക്കെ അതിൽ ഉണ്ടാവുമല്ലോ അല്ലേ. പക്ഷേ അതൊന്നും ഞങ്ങൾ ചേർത്തിട്ടില്ല, ഉള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും ഞാൻ കൂട്ടിലൊന്ന് പോയി നോക്കിട്ടോ, കോഴി മുട്ട ഇട്ടിട്ടുണ്ടോ, ഒരു മുട്ടയിലും കിട്ടിയാൽ മതിയെന്നൊക്കെ വിചാരിച്ചിട്ടൊന്ന് പോയി നോക്കി. പക്ഷേ കിട്ടിയില്ല, രാവിലെ തന്നെ ആവുകൊണ്ട് ഉണ്ടാവില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കോഴി ഉണ്ട് കേട്ടോ. അപ്പോൾ മുട്ട ഇടുന്നത് അത് ഇടുന്ന മുട്ട നമ്മളത് അന്തൂന് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇതാക്കണേ കുറച്ച് ചോറ് തിളപ്പിച്ച് ഊറ്റാണ്ടായിരുന്നു. തലേ ദിവസം പൂളയും ചിക്കനൊക്കെ ആവുകൊണ്ട് തോനെ ചോറ് ബാക്കിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചിട്ട് ഉച്ചത്തേക്ക് അതെടുക്കുക. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് ഉള്ളത് വെക്കാന്നൊക്കെ പറഞ്ഞാണ്ട് അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തു. എന്നാലും ഉള്ളപ്പോൾ അത് ചിലവായി കിട്ടും കേട്ടോ. പുതിയ ചോറ് ഇപ്പം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതായിരിക്കും എല്ലാവർക്കും വേണ്ടി വരും. അപ്പോൾ ഇത് അവിടെ കിടക്കും. അപ്പോൾ പിന്നെ അത് ഞാൻ ഇപ്പോൾ വെക്കണില്ല, കറികളൊക്കെ ആയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ അരി ഇടണുള്ളൂ. അപ്പോൾ അമ്മ ചായ കുടിച്ച പാത്രങ്ങളൊക്കെയാണ് കേട്ടോ കഴുകി വെക്കുന്ന, ഒരു ലോഡ് പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അമ്മ കഴുകി വെച്ചിട്ട് അമ്മേൻ്റെ ഗുളിക കുടിക്കാനും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണേ ഞാനിന്ന് വേഗം ഇതിൻ്റെ ചോടൊന്ന് നന്നാക്കുകയാണ്. അപ്പോൾ ഈ വിറക് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ആയിട്ടുണ്ട് ഇതിൻ്റെ ചോട് നന്നാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വേസ്റ്റുകൾ അതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊടികളായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഗതികേടാണ് കേട്ടോ. വിറക് എടുക്കുമ്പോൾ ആകെ ഒരു പൊടി പോലെയാവും നിലത്തേക്ക് ചാടുക. അപ്പോൾ ഇന്ന് ഇതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടാ വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങൾ അങ്ങനെ തട്ടിക്കൊട്ടു കേട്ടോ. എത്ര ഇതാക്കിയിട്ടും കാര്യമില്ല, കുട്ടികളുള്ള വീടാകുമ്പോൾ എപ്പോഴും ഒരു വൃത്തിയായിട്ട് ഉണ്ടാവും കേട്ടോ. മക്കളുള്ള വീട്ടിൽ അങ്ങനെ തന്നെയാണ്. എല്ലാവരും വലിയവരാണെങ്കിൽ പിരിഞ്ഞ് ഒക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ കിടക്കും. പക്ഷേ ശരിക്കും നമുക്ക് കുട്ടികളൊക്കെ വേണമല്ലേ വീട്ടിൽ, എന്നാലുള്ള വീടാകുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് തോനെ വിറക് ഇതിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കണം. അപ്പോൾ അത് ഇനിയിപ്പോൾ എന്തായാലും ചെയ്യണില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് വയ്ക്കണം. അപ്പോൾ ഞാനിതാ കറിക്കൊക്കെ ഉള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ അനുമോള് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അനുട്ടി 12:30 ആകുമ്പോൾ ഓള് വരും കേട്ടോ. ഉച്ച വരെയുള്ളൂ പരീക്ഷ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഓള് വരും. അപ്പോൾ ചോറൊന്നും കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ ഓക്കുള്ളത് ഞാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്, ഓളെ പാത്രത്തിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്ക് അങ്ങനെ വന്നിട്ട് തിന്നാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം എന്നോട് പറഞ്ഞു അതിൽ തന്നെ ആക്കി വയ്ക്കുക അമ്മ, എനിക്ക് അതിൽ തന്നെ തിന്നാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പോണതിൻ്റെ മുന്നേ കുറച്ച് ഞാനത് തിന്നാനും കൊടുത്തു കേട്ടോ. ഓക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഇന്ന് കറക്കി പറഞ്ഞാൽ ചേനയും വെള്ളരിക്കയും കൂടി പുളിയൊക്കെ ഒഴിച്ചിട്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചേന അമ്മ നാളെ ദിവസം ചേന ഉപ്പേരി വെച്ചപ്പോൾ ചെത്തിയപ്പോൾ ഏറെ ആയപ്പോൾ ഫ്രിഡ്ജിക്ക് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തൊലി എത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് കറുപ്പ് ഇങ്ങനെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ 2-3-4 ദിവസം അങ്ങനെ വെക്കുമ്പോൾ കിഴങ്ങായാലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതൊന്ന് ചെത്തിക്കളയുന്നുണ്ട്. അപ്പോൾ നന്ദു ഇതാക്കണേ അപ്പുറത്തെ വീട്ടിലത്തെ ആദ്യം കൊടുത്തതാണ് കേട്ടോ ഓന് നെല്ലിക്ക. അപ്പോൾ എന്ത് കിട്ടിയാലും ഇങ്ങനെ കൊണ്ടുവന്ന് തരും കേട്ടോ. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനൊരു സങ്കടം പോലെയാണ്.
അപ്പം അമ്മ ആദ്യം ഒരു കടി അടിക്കാൻ പറഞ്ഞിട്ടോ എന്നോട്, അമ്മ കടിച്ചോളീന്ന് പറഞ്ഞു. അപ്പം ഞാൻ കടിച്ചു. പിന്നെ ഒന്നും കൂടിയും പറഞ്ഞു. അപ്പോൾ പിന്നെ വീണ്ടും ഒന്ന് കടിച്ചിട്ടോ, ഇല്ലെങ്കിൽ ഒരു ഭയങ്കര സങ്കടമാണ് തരുമ്പോൾ തിന്നിട്ടില്ലെങ്കിൽ. അമ്മയ്ക്ക് ഇന്നെ ഇഷ്ടമല്ലായിട്ടല്ലേ എന്നൊക്കെ ചോദിക്കൂട്ടോ. ഞാൻ തന്നെയാണ് ആ ശീലോനോട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് കൊടുത്തത് കേട്ടോ. പക്ഷേങ്കിൽ എപ്പോഴൊന്നും വലിയതും നമുക്ക് വേണ്ടി വരില്ലല്ലോ. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ സങ്കടമാണ്. ഞാൻ ഇനി വായിൽ വാങ്ങിയിട്ട് വേണ്ടെങ്കിൽ അത് തുപ്പിയാലും വേണ്ടിയില്ല വാങ്ങും കേട്ടോ, ഇല്ലെങ്കിൽ ഓന് സങ്കടമാവും. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഈ കറിയും അതേപോലെ ബീൻസ് കൊണ്ട് ഉപ്പേരിയും കൂടിയാണ് വെക്കുന്നുള്ളത്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തണമൊന്നുമില്ല, ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചതാണ്. അപ്പം ഇന്ന് അല്ലാതെ തന്നെ കുറേ പണികളുണ്ട് കേട്ടോ. പോർച്ചിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് കഴുകണം, അതേപോലെ അടിക്കാനും തുടയ്ക്കാനും വിറക് എടുത്തേക്കാനും തുണി അലക്കാനും ഒരുപാട് പണികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സാവകാശമാണ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ 12 മണിയായിട്ടുണ്ട്. അപ്പോൾ കറി ആയിട്ടുണ്ട്, ഉപ്പേരി ആയിട്ടുണ്ട്, പിന്നെ ഇതാ രാവിലെ ഉണ്ടാക്കിയിട്ടില്ല ഫ്രൈഡ് റൈസ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അനുമോക്കുള്ളത് അവിടെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതാണത്. അപ്പോൾ ഉച്ചയ്ക്ക് ഇനി അമ്മയ്ക്കും അച്ഛയ്ക്കും ഏട്ടനൊക്കെ കൊടുക്കണം. ഉള്ളതിൽ എല്ലാവർക്കും കൊടുക്കും കേട്ടോ. എല്ലാവർക്കും കൊടുത്താണ്ട് ഒപ്പിക്കുന്നു പറഞ്ഞില്ലേ. അപ്പോൾ കറിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുക്കളയത്തെ ഒരുവിധ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്കുള്ള ചോറ് ഞാൻ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അതിങ്ങിപ്പോൾ വെന്ത് കിട്ടണമെങ്കിൽ എന്തായാലും ഒരു 3 മണി 4 മണിയൊക്കെ ആവും കേട്ടോ. ആ സമയം വരെ ആവും വേവണമെങ്കിൽ. അപ്പോൾ അതാ ഞാൻ എല്ലാ പണികളും ഒരുവിധം പുറത്തത്തെ പണികളും ഒക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിയതാണ്. അപ്പോൾ എനിക്കും നന്ദൂനും കുടിക്കാനുള്ള വെള്ളം ഇവിടെ കുപ്പിയിലാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കും, ഇല്ലെങ്കിൽ വെള്ളം കൂടി കുറവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു കാവത്ത് കളയ്ക്കാനൊക്കെ പോയി. അതൊക്കെ കളച്ച് വന്ന് ഒക്കെ തിണ്ടുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങോട്ട് എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. വയലറ്റ് കാവത്താണ്, നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്മയും അച്ഛയും ഞാനും ഇതാക്കണം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് വർത്താനം പറച്ചിലും എഡിറ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് പോയിരുന്നാണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉറക്ക് വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെയൊക്കെ വന്നിരുന്നാണ്ട് എല്ലാവരും ഇടയിൽ ഇരുന്നിട്ടും എഡിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നന്ദുവിന് എനിക്ക് ഫുഡ് തരിയമ്മ ഫുഡ് തരി കുറേ സമയമായി പറയുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇതന്നെയാണ് തിന്നത്, ഈ സമയത്തും ഇതന്നെയാണ് തിന്നണം. ഉച്ചയ്ക്കും ഒന്ന് ഇത് മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡായിട്ട് കുറച്ച് അച്ചാറുണ്ടായിരുന്നു, അതും കൊടുത്തു. അപ്പോൾ ഓളും തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ഓള് വന്നത്. ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ പരീക്ഷയായിരുന്നു. അപ്പോൾ വലിയൊരു ഉഷാറില്ല കേട്ടോ, ഗതിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് മുഖം വാടി കുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്ദു ചേച്ചിയെ ചോറ് വാരി തരടി എന്ന് കുറേ സമയമായി പറയുന്നു കേട്ടോ. അപ്പോൾ വേഗം വായാട്ടി കൊടുത്തു, ഓൻ കുറച്ച് വാരിയൊക്കെ കൊടുത്തു കേട്ടോ. ഓന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കൊടുക്കണത്. ആ അനുട്ടിയാണെങ്കിലും കണ്ണനാണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു സ്വഭാവം. എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് കുറച്ച് വാരി തരും കേട്ടോ. അത് അവർക്കൊരു സന്തോഷമാണ് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ കിട്ടണം നമുക്കും നല്ല സന്തോഷമാണ്. ഓലെ കുഞ്ഞു കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കൊണ്ടു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, വെറുതെ പറയല്ല, അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്